പലപ്പോഴും ഗുകാരത്തിന് പകരം കുകാരമുള്ളവരാണ് പലപ്പോഴും ഇവിടെ നമ്മൾ അവൈലബിൾ ആയിട്ട് കാണുന്നത്. ഈ ഫോണൊക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്നൊക്കെ വിളിച്ചിട്ട് പറയും. ഇവിടുത്തെ മഹാദീക്ഷ എന്ന് പറയുന്നത് പോലും ശ്രീവിദ്യാശാസ്ത്രത്തെക്കാട്ടിലും ഒരുപാട് ഈ ദീക്ഷ കിട്ടിയാൽ മോക്ഷത്തിലേക്ക് വളരെ പെട്ടെന്നെത്താം, അല്ലെങ്കിൽ ഈ സാധനം ചെയ്താൽ ഓൾമൈറ്റിയിലേക്ക് ഷോർട്ട് കട്ടാണ്, അല്ലെങ്കിൽ ശ്രീവിദ്യാ സമ്പ്രദായം പോലും ഇതിന് തൊട്ട് താഴെയാണുള്ളതെന്നൊക്കെ പറയും. അല്ലെ കാളി സമ്പ്രദായം ഇതിന് തൊട്ട് താഴെയാണ് എന്ന് പറയും. തൊട്ട് താഴെയാണ് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ചോളുക, നിങ്ങളെ ചുരുട്ടിക്കുട്ടി വലിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും താഴെയുമല്ല, ഒന്നും മുകളിലുമല്ല. ആത്മബോധമുള്ള ഒരാൾക്ക് നാമം ജപിച്ചാലും മോക്ഷം കിട്ടും. അത് ഓരോരുത്തരുടെ യോഗ്യത പോലെയാണത്. മനസ്സിലാവുന്നുണ്ടോ? സർവ്വതിലും ഈശ്വരനെ കാണാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെറുതും വലുതുമൊന്നുമില്ല. ചിലന്തിയിലൂടെ ഈശ്വരനെ കണ്ടിട്ട് സാക്ഷാത്കാരം കിട്ടിയ ആൾക്കാരുണ്ട്. നാമം ജപിച്ച് സാക്ഷാത്കാരം കിട്ടിയുള്ള ആൾക്കാരുണ്ട്. തിരുവണ്ണാമല എന്ന് പറയുന്ന ഒരു മലയെ ഗുരുവായി കണ്ടിട്ട് ആരാധിച്ച് പരമാവസ്ഥയിലെത്തിയ രമണ മഹർഷി ഉണ്ട്. അതുപോലെ അനവധി പേരുണ്ട്. ഒരു സമ്പ്രദായം വലുത് ഒന്ന് ചെറുത് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. മനസ്സിലായി? ചിലവരാണെങ്കിൽ വൈദികമെന്നും താന്ത്രികമെന്ന് പറയുന്നത് തന്ത്രശാസ്ത്രം എന്നൊന്നും പറയുന്ന ഒരു കാര്യമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വൈദികീ താന്ത്രികീ ചെയ്വ ശ്രുതി ദ്വിവിധം എന്ന് പറഞ്ഞിട്ട് മനുസ്മൃതിക്ക് കുല്ലുകുഭട്ടൻ്റെ ഒരു വ്യാഖ്യാനത്തിൽ ഹാരിത സംഹിതയെ കോട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് വൈദികീ താന്ത്രികീ ചെയ്വ ശ്രുതി ദ്വിവിധം എന്ന്. ശ്രുതി എന്നാൽ 2 വിധമുണ്ട്, വൈദികമെന്നും താന്ത്രികമെന്നും. പക്ഷെ അതിനെ വൈദിക ബ്രാഹ്മിൻസ് അല്ലെങ്കിൽ വൈദിക ഫോളോവേഴ്സ് എല്ലാം അങ്ങനൊരു കാര്യമേ ഇല്ലെന്ന് പറഞ്ഞിട്ട് ചവിട്ടിക്കൂട്ടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? പ്രത്യേകിച്ചത് ശ്രുതി, അതായത് വേദത്തിനോടൊപ്പം തന്ത്രം അതിന് തത്തുല്യമായിട്ടുള്ള ഭാരതത്തിലുണ്ടായിരുന്ന ഒരു ശാസ്ത്രമാണെന്നും വേദത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഋഷിമാർ തന്നെയാണ് തന്ത്രത്തിലെ ഋഷിമാരെന്നും തന്ത്രത്തിലുള്ള ഋഷിമാർ തന്നെയാണ് വേദത്തിലെ ഋഷിമാരെന്നും അറിയാവുന്നവർ പോലും പല താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇതിനെ എതിർക്കുന്നുണ്ട്. സ്കോളേഴ്സിൻ്റെ ഇടയിൽ ഇത് വലിയ ചർച്ചാ വിഷയവും കൂടാണ്. പക്ഷേ നമ്മൾ വ്യാസഭഗവാന്റെ കണ്ണിലൂടെ ഇതിനെ കാണുമ്പം വേദത്തെ പകുത്ത പരാശര മത്സ്യഗന്ധി, അതായത് സത്യവതി പുത്രനായിട്ട് ജനിച്ച ഈ മന്വന്തരത്തിലെ വ്യാസൻ വേദത്തെ 4ആയിട്ട് പകർത്തുകയും അദ്ദേഹം തന്നെ രചിച്ചിട്ടുള്ള മഹാഭാരതവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള പുരാണങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന ലളിതാ സഹസ്രനാമം ആയിക്കോട്ടെ, ഒക്കെ തന്ത്രശാസ്ത്രത്തിൻ്റെ തത്വങ്ങളെ കൊണ്ടുവന്ന് അതിലേക്ക് ഘടിപ്പിച്ചിരിക്കുകയാണ്. പുരാണോക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മോശമാണെന്ന് പറയാൻ പറ്റും. സാധാരണ മനുഷ്യരുടെ, അതായത് കലിയുഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ, ഞാൻ പറഞ്ഞല്ലോ ആഗമം, കലിയുഗത്തിൽ ആഗമമാണ് ഏറ്റവും ഉത്തമം എന്ന്